നമസ്കാരം, ഏവർക്കും iPlus ട്രെയിനിങ് സൊല്യൂഷന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ പരീക്ഷയുടെ മാനേജ്മെന്റ് എന്ന ടോപ്പിക്കിലെ കഴിഞ്ഞ 10 വർഷത്തെ കേരള PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ 2019 പരീക്ഷയ്ക്ക് വ്യത്യസ്തമായി സബ്ജക്റ്റിൽ നിന്ന് മാത്രം 100 ചോദ്യങ്ങളുമായാണ് നിലവിലെ പരീക്ഷ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സിലബസ് വളരെ ഡീറ്റെയിലിംഗ് ആയി നമുക്ക് പഠിക്കേണ്ടതുണ്ട്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഹു ഇൻട്രൊഡ്യൂസ് ദ കൺസെപ്റ്റ് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്? മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആരാണ് ഡെവലപ്പ് ചെയ്യുന്നുള്ളതാണ് ചോദ്യം. നമ്മളെ സംബന്ധിച്ചുള്ള MBO അല്ലെങ്കിൽ മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ് ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ്. ചോദിക്കുന്നത് 2 ചോദ്യങ്ങളാണ്. ഒന്നെങ്കിൽ ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് MBO എന്ന് പറയുന്ന കൺസെപ്റ്റ്, അതല്ലെങ്കിൽ അതിന്റെ ഫീച്ചർ എന്താണ്, താഴെ തന്നിരിക്കുന്ന MBOയുടെ ഫീച്ചർ ഏതാണ്. ഈ 2 ക്വസ്റ്റ്യനുകളാണ് നമുക്ക് MBOയുടെ ഭാഗത്തു നിന്നുള്ളത്. ഈ ക്വസ്റ്റ്യൻ തന്നെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ KFC 2019 ചോദ്യത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഓപ്ഷൻസ് എൽട്ടോ മായോ, പീറ്റർ എഫ് ഡക്കർ, ഹെൻറി ഫെയോ, CK പ്രഹ്ലാദ്. ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ നമുക്ക് അറിയാവുന്നതാണ്. ഏതാണ്? പീറ്റർ എഫ് ഡക്കർ. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ചോദ്യം നമ്മൾ ഉൾപ്പെടുത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന്റെ ഓരോ ഓപ്ഷൻ വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് നമുക്ക് വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ വിശദീകരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ എൽട്ടോ മായയെ പറ്റി നമ്മൾ പറയുമ്പോൾ എൽട്ടോ മായായിട്ട് ചോദിച്ചിട്ടുള്ള എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന്റെയും ആൻസറുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഓരോ വ്യക്തികളുടെയും ഡീറ്റെയിൽ ആയിട്ട് വിത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കഷൻസ് നടത്തുന്നത്. അപ്പൊ അത്തരത്തിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത്. ഇപ്പൊ എൽട്ടോ മായയുടെ വിശദീകരണത്തിലേക്ക് നമുക്ക് കടക്കാം. എൽട്ടോ മായ, ഫാദർ ഓഫ് ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച് അല്ലെങ്കിൽ ഹ്യൂമൻ റിലേഷൻസ് മൂവ്മെന്റ് ഫാദർ ആയിട്ട് അറിയപ്പെടുന്നത് അത് എൽട്ടോ മായയാണ്. എൽട്ടോ മായ കേട്ടോ, ഫാദർ ഓഫ് ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ചിന്റെ ഫാദർ ആയിട്ട് അറിയപ്പെടുന്ന എൽട്ടോ മായാണ്. ഹൗത്തോൺ സ്റ്റഡീസ് ആരാണ് കണ്ടക്ട് ചെയ്തത്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അത് എൽട്ടോ മായാണ്. എന്തുകൊണ്ടാണ് ഫാദർ ഓഫ് ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച് എന്ന് എൽട്ടോൺ മായെ വിളിക്കാൻ കാരണം ഈ ഹൗത്തോൺ സ്റ്റഡീസ്. ഹൗത്തോൺ സ്റ്റഡീസ് കാരണം ഹൗത്തോൺ സ്റ്റഡീസ് പഠിക്കുന്നത് ഇതാണ്: എങ്ങനെയാണ് സോഷ്യൽ ഇന്ററാക്ഷൻ അല്ലെങ്കിൽ സോഷ്യൽ എൻഗേജ്മെന്റ് എങ്ങനെയാണ് പ്രൊഡക്ടിവിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ള എന്നും പഠനം. അപ്പൊ സോഷ്യൽ ഇന്ററാക്ഷനും മൊറയിലും പ്രൊഡക്ടിവിറ്റിനെ അഫക്ട് ചെയ്യുന്നുള്ളതാണ് ഹൗത്തോൺ സ്റ്റഡീസിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ കൺക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഫൈൻഡിങ്സ് എന്ന് പറയുന്നത് സോഷ്യൽ ഇന്ററാക്ഷനും മൊറയിലും പ്രൊഡക്ടിവിറ്റിനെ അഫക്ട് ചെയ്യുന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിൽ ഹ്യൂമൻ റിലേഷൻസിനെ പറ്റിയും ഹ്യൂമന്റെ ഇൻഫ്ലുവൻസിനെ പറ്റിയും സോഷ്യൽ ഇൻഫ്ലുവൻസിനെ പറ്റിയൊക്കെ പഠിച്ച ആളാണ് എൽട്ടോൺ മായ. പഠനം നടത്തിയത് ഹൗത്തോൺ സ്റ്റഡീസിലൂടെയാണ്. അതുകൊണ്ടാണ് ഫാദർ ഓഫ് ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച് ആയിട്ട് എൽട്ടോൺ മായനെ നമ്മൾ പറയുന്നത്. ഇത് കൂടാണ്ട് തന്നെ പ്രധാനപ്പെട്ട മേജർ കോൺട്രിബ്യൂഷൻ ഉണ്ട് എൽട്ടോൺ മായയിൽ. അതിൽ പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ ആണ് നോൺ എക്കണോമിക് അവാർഡ്. നോൺ എക്കണോമിക് അവാർഡ്. നോൺ എക്കണോമിക് അവാർഡ് ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് ക്ലാസിക്കൽ എക്കണോമിസ്റ്റ്, അതായത് ഹെൻറി ഫെയോ ആയിക്കോട്ടെ, ടൈലർ ആയിക്കോട്ടെ, മാക്സ് വെബർ ഒക്കെ ആയിക്കോട്ടെ, ഇവരൊക്കെ പറയുന്നത് മെൻ ഈസ് ഈക്വൽ ടു മെഷീൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആയിരുന്നു. മനുഷ്യൻ എന്തിനോട് ഈക്വൽ ആണ്? മെഷീനോട് ഈക്വൽ ആണ്. അവർ ഓൺലി ഒറ്റ കാര്യത്തിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, മോട്ടിവേറ്റഡ് ആകത്തുള്ളൂ. ഒരു വിഷയത്തിൽ മാത്രമേ അവർ മോട്ടിവേറ്റഡ് ആകത്തുള്ളൂ. ഏതാണ്? മണി. ഈ ഒരു കാഴ്ചപ്പാടായിരുന്നു ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് ആയിട്ടുള്ള ടൈലർ ആയിക്കോട്ടെ, മാക്സ് വെബർ ആയിക്കോട്ടെ, ഫെയോൾ ആയിക്കോട്ടെ, ഇവർ 3 പേരെയാണ് നമ്മൾ പ്രധാനമായിട്ട് ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ആശയം തെറ്റാണെന്നും ഇവിടെ നോൺ എക്കണോമിക് അവാർഡ് എന്ന് പറയുമ്പോൾ എക്കണോമിക്കൽ ആയിട്ടുള്ള അവാർഡ് മാത്രമല്ല, മോട്ടിവേഷൻ എങ്ങനെ ആകണം? എക്കണോമിക്കൽ മാത്രമല്ല, അതിൽ ഇൻട്രൻസിക് മോട്ടിവേഷൻ എന്ന് പറയും. നമ്മൾ മോട്ടിവേഷൻ കുറച്ചും കൂടെ ഇൻട്രൻസിക്കലും കൂടെ ആകണം. അല്ലെങ്കിൽ സോഷ്യൽ ഇന്ററാക്ഷൻസ് അല്ലെങ്കിൽ മൊറയില്, അങ്ങനെ നമ്മളെ ഒരാളുടെ ഹ്യൂമൻ ആറ്റിറ്റ്യൂഡിനെ ഫീലിങ്ങിനെ ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതൊക്കെ എന്തിനെ അഫക്ട് ചെയ്യുന്നുണ്ട്? പ്രൊഡക്ടിവിറ്റിനെ അഫക്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പൊ നോൺ എക്കണോമിക് അവാർഡും നമ്മുടെ പ്രൊഡക്ടിവിറ്റിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നോൺ എക്കണോമിക് അവാർഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആര് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്? എൽട്ടോ മായോ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സോഷ്യൽ സിസ്റ്റം, അടുത്തൊരു പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ ആണ് സോഷ്യൽ സിസ്റ്റം. സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് ഓർഗനൈസേഷനെ ഒരു സോഷ്യൽ സിസ്റ്റം ആയിട്ടാണ് കാണുന്നത്. സിസ്റ്റം അപ്രോച്ച് അല്ല ഇവിടെ പറയുന്നത് കേട്ടോ. സോഷ്യൽ സിസ്റ്റം, സിസ്റ്റം അപ്രോച്ച് വേറെ അപ്രോച്ച് ആണ്, നമ്മൾ പഠിക്കും. സോഷ്യൽ സിസ്റ്റം കേട്ടോ. ഓർഗനൈസേഷൻ ഒരു സോഷ്യൽ സിസ്റ്റം ആയിട്ടാണ് ആര് കാണുന്നത്?
എൽട്ടോമായ കാണുന്നത്. അപ്പൊ പ്രധാനപ്പെട്ട രണ്ട് കോൺട്രിബ്യൂഷൻ ഇതാണ്, നോൺ എക്കണോമിക് അവാർഡും സോഷ്യൽ സിസ്റ്റം. ക്ലിയർ? അപ്പം job satisfaction is increased through employees' participation in decision rather than through short-term incentive. ഒരു പോയിന്റ് ഇവിടെ എൽട്ടോമായ പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ഒരു ഓർഗനൈസേഷനിൽ ഷോർട്ട് ടൈം ആയിട്ടുള്ള മോണിറ്ററി ഇൻസെന്റീവ്, ഷോർട്ട് ടൈം ആയിട്ടുള്ള ഇൻസെന്റീവിനേക്കാൾ കൂടുതൽ എന്താണ് ഒരു ഓർഗനൈസേഷനിൽ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നത്? അത് എംപ്ലോയീസ് പാർട്ടിസിപ്പേഷൻ ഇൻ ഡിസിഷൻ മേക്കിംഗ് ആണ്. എംപ്ലോയീസ് പാർട്ടിസിപ്പേഷൻ ഇൻ ഡിസിഷൻ മേക്കിംഗ് ആണ്. അപ്പൊ ഷോർട്ട് ടൈം ഇൻസെന്റീവ്സോ അല്ലെങ്കിൽ മോണിറ്ററി ടെമ്പററി അവാർഡുകളോ ഒന്നും അല്ല ഒരു എംപ്ലോയിനെ ലോങ് ടൈം മോട്ടിവേറ്റ് ചെയ്യുന്നത്. അത് പാർട്ടിസിപ്പേഷൻ ഡിസിഷൻ മേക്കിംഗ് ആണെന്നും എൽട്ടോമായ പറയുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, PSC പരീക്ഷയ്ക്ക് എൽട്ടോമായ ചോദിച്ചു കഴിഞ്ഞാൽ ചോദിക്കും. ഇത്രയും ഫാക്ട്സ് നമ്മൾ പറഞ്ഞത് ബേസ്ഡ് ഓൺ ദി പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യന്റെ ആൻസറുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾ ശ്രദ്ധിക്കുക, നമുക്ക് പറഞ്ഞതിന്റെ ഒരു ഭാഗത്തൊക്കെ ഒന്ന് പരിചയപ്പെടാം. എൽട്ടോമായ ഫാദർ ഓഫ് ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച് അല്ലെങ്കിൽ ഫാദർ ഓഫ് ഹ്യൂമൻ റിലേഷൻസ് മൂവ്മെന്റ്, ഇതിന്റെ ഫാദർ ആയിട്ട് അറിയപ്പെടുന്ന ആരാണ്? അത് എൽട്ടോമായ ആണ്. അത് ഒന്നാമത്തെ നമ്മുടെ പോയിന്റ്. രണ്ടാമത്തെ ഹാവ്ത്രോൺ സ്റ്റഡീസ് കണ്ടക്ട് ചെയ്തേക്കുന്നവരാണ്? ഹാവ്ത്രോൺ സ്റ്റഡീസ് കണ്ടക്ട് ചെയ്തത് എൽട്ടോമായ, രണ്ടാമത്തെ പോയിന്റ്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്താണ്? സോഷ്യൽ ഇന്ററാക്ഷൻ ആൻഡ് മൊറൈൽ അഫക്ട് പ്രൊഡക്ടിവിറ്റി. സോഷ്യൽ ഇന്ററാക്ഷനും മൊറൈലും പ്രൊഡക്ടിവിറ്റിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട അവരുടെ കോൺട്രിബ്യൂഷൻ ആണ് നോൺ എക്കണോമിക് അവാർഡ്, ദെൻ സോഷ്യൽ സിസ്റ്റം ഒക്കെ എൽട്ടോമായയുടെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് ആണ്. ദെൻ ഷോർട്ട് ടൈം ഇൻസെന്റീവ് അല്ല, എംപ്ലോയീസ് പാർട്ടിസിപ്പേഷൻ ഡിസിഷൻ മേക്കിംഗ് ആണ് എംപ്ലോയിനെ കൂടുതൽ എന്ത് ചെയ്യുന്നത്, ലോങ് ടൈമിലേക്ക് മോട്ടിവേറ്റ് ചെയ്യുന്നതും ജോബ് സാറ്റിസ്ഫാക്ഷൻ കൊണ്ടുവരുന്നതും ഈ എംപ്ലോയി പാർട്ടിസിപ്പേഷൻ ഡിസിഷൻ മേക്കിംഗ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് എന്താണ് പ്രധാനമായിട്ടും എൽട്ടോമായയെ പറ്റി മനസ്സിലാക്കാനുള്ളത്. വെസ്റ്റേൺ ഇലക്ട്രോണിക് തന്നെ ആണ് എന്താണ് 1924 ഈ ഹാവ്ത്രോൺ സ്റ്റഡീസ് കണ്ടക്ട് ചെയ്യുന്നത് കേട്ടോ. ചിലപ്പോൾ അത് പേര് ചോദിക്കാം, വെസ്റ്റേൺ ഇലക്ട്രിക് ഏത് കമ്പനിയാണ് ഹാവ്ത്രോൺ സ്റ്റഡീസ് നടത്തിയത്? പണ്ടൊക്കെ അതങ്ങനെയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുമായിരുന്നു. ഇപ്പൊ അത്തരത്തിലുള്ള ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. പ്രധാനമായിട്ട് കോൺസെപ്റ്റ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് ആണ് ആയിട്ട് ഉള്ളത്. ഓക്കെ, ഹെൻറി ഫെയറിനെ പറ്റി കുറച്ച് ധാരണ നമുക്കുണ്ട് അല്ലെ. ഫാദർ ഓഫ് മോഡേൺ ഓപ്പറേഷണൽ മാനേജ്മെന്റ് ഫാദർ അറിയപ്പെടുന്നു. അല്ലെങ്കിൽ എന്താണ് ഫാദർ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് ഫാദർ അറിയപ്പെടുന്നത് ഹെൻറി ഫെയർ ആണ്. 14 പ്രിൻസിപ്പിൾ ഡെവലപ്പ് ചെയ്തത് ഹെൻറി ഫെയർ ആണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. നമുക്ക് പല ഫങ്ഷൻസ് നമുക്കറിയാം. പ്ലാനിംഗ് ഉണ്ട്, ഓർഗനൈസിംഗ് ഉണ്ട്, കമാൻഡിംഗ് ഉണ്ട്, കോർഡിനേറ്റിംഗ് ഉണ്ട്, കൺട്രോളിംഗ് ഉണ്ട്. ഇനി വേറൊരു ഫംഗ്ഷൻ ആണ് പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്ടിംഗ് ആൻഡ് കൺട്രോളിംഗ്. വേറെ ഫംഗ്ഷൻ ആണ് പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, എന്താണ് കമാൻഡിംഗ്, കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ് ഉണ്ട്. അങ്ങനെ പല ഡിഫറെന്റ് ഫോർമാറ്റിലുള്ള മാനേജ്മെന്റ് ഫംഗ്ഷൻ. സാധാരണഗതി നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഏതാണ്? പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്ടിംഗ്, കൺട്രോളിംഗ്. നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഹെൻറി ഫെയോൾ ഡെവലപ്പ് ചെയ്ത മാനേജ്മെന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. ചോദ്യം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ട്. നോക്കൂ, പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, കമാൻഡിംഗ്, കോർഡിനേറ്റിംഗ്, കൺട്രോളിംഗ്. അപ്പൊ പ്ലാനിംഗ്, ഓർഗനൈസിംഗ് എല്ലാ മാനേജ്മെന്റ് ഫംഗ്ഷനിലും കോൺസ്റ്റന്റ് ആണ്. അപ്പൊ 3 C അഡീഷണൽ ആയിട്ട് ഡെവലപ്പ് ചെയ്തേക്കുന്ന ആരാണ്? ഹെൻറി ഫെയർ ആണ്. അത് ഏതൊക്കെയാണ് 3 C? കമാൻഡിംഗ്, കോർഡിനേറ്റിംഗ്, കൺട്രോളിംഗ്. വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ. അപ്പൊ നിങ്ങൾ ഈ മുഴുവൻ ഡെഫിനേഷൻസോ അല്ലെങ്കിൽ മുഴുവൻ ഫംഗ്ഷൻസോ നോക്കേണ്ട ആവശ്യമില്ല. 3 C ഓർത്ത് വെച്ചിരുന്നാൽ മാത്രം മതി. ഇത് കമാൻഡിങ്ങും കോർഡിനേറ്റിംഗും കൺട്രോളിംഗും ആണ്. ഇതാണ് ഹെൻറി ഫെയോൾ ഡെവലപ്പ് ചെയ്ത മാനേജ്മെന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇത് കൂടാതെ 6 പ്രധാനപ്പെട്ട ഫംഗ്ഷനുകൾ ആര് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്? ഫെയോൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. 6 പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ്. 6 ഫംഗ്ഷൻസ് ഓഫ് ഓർഗനൈസേഷൻ. 6 ഫംഗ്ഷനെ പറ്റി പറയുന്നുണ്ട്. ഇതാണ് മാനേജ്മെന്റ് ഫംഗ്ഷൻ അല്ലെ. ഇത് കൂടാണ്ട് തന്നെ 6 ഫംഗ്ഷനെ പറ്റിയും എന്ത് ചെയ്യുന്നുണ്ട്? ഹെൻറി ഫെയോൾ പറയുന്നുണ്ട്. ഓക്കെ, ഏതൊക്കെ ഫംഗ്ഷൻ ആണ് ഒരു ഓർഗനൈസേഷൻ ഉള്ളത്? ശ്രദ്ധിക്കാം, പ്ലാനിങ്ങും ഓർഗനൈസിംഗ്, കമാൻഡിങ്ങും കോർഡിനേറ്റിംഗ്, കൺട്രോളിംഗ് എന്നാണ് മാനേജ്മെന്റ് ഫംഗ്ഷനാണ്. മാനേജ്മെന്റ് ഫംഗ്ഷൻ കൂടാതെ 5 ഫംഗ്ഷൻ, ടോട്ടലി 6 ഫംഗ്ഷൻസ് ഹെൻറി ഫെയോൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഏതൊക്കെയാണ് 6 ഫംഗ്ഷൻ? അത് ഒന്ന് ടെക്നിക്കൽ ആണ്, 2 കൊമേഴ്ഷ്യൽ ആണ്, ഫിനാൻഷ്യൽ, then സെക്യൂരിറ്റി,
then accounting, then management, ആറ് ഫങ്ഷൻസ് ഇതാണ്: ടെക്നിക്കല്, കൊമേഴ്ഷ്യല്, ഫിനാൻഷ്യല്, സെക്യൂരിറ്റി, അക്കൗണ്ടിങ്, ലാസ്റ്റ് മാനേജ്മെന്റ്. ഈ ആറ് ഫങ്ഷൻ ആണ് ഒരു ഓർഗനൈസേഷൻ എന്നുള്ളതാണ് ഹെൻറി ഫെയർ പറയുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടന്റ് ആണ്. ടെക്നിക്കൽ നിങ്ങൾക്ക് അറിയാം അല്ലെ, പ്രൊഡക്ഷനുമായിട്ടുള്ള ഇതിനുള്ള മാറ്റേഴ്സ് ആണ് ടെക്നിക്കൽ വരുന്നത്. എഞ്ചിനീയറിംഗ്, പ്രൊഡക്ഷന്, മാനുഫാക്ചറിങ്, അഡാപ്ഷൻ, ഇതൊക്കെയാണ് ടെക്നിക്കൽ വരുന്നത്. കൊമേഴ്ഷ്യൽ എന്ന് പറയുമ്പോൾ ബൈങ് ആൻഡ് സെല്ലിംഗ്, എക്സ്ചേഞ്ച് ഒക്കെയാണ് കൊമേഴ്ഷ്യൽ വരുന്നത്. ദെൻ ഫിനാൻഷ്യൽ വരുന്നതോ ക്യാപിറ്റല്, അറേഞ്ച്മെന്റ് ഓഫ് ക്യാപിറ്റല്, ഇതൊക്കെയാണ് ഫിനാൻഷ്യൽ വരുന്നത്. സെക്യൂരിറ്റി എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് അസറ്റ് ആൻഡ് പേഴ്സൺ ആണ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. സെക്യൂരിറ്റി എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് അസറ്റ് ആൻഡ് പേഴ്സൺ ആണ് വരുന്നത്. അക്കൗണ്ടിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, എന്താണ് സ്റ്റോക്ക് ടേക്കിംഗ്, ബാലൻസ് ഷീറ്റ്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് അക്കൗണ്ടിൽ വരുന്നത്. മാനേജ്മെന്റിൽ വരുന്ന ഫങ്ഷൻസ് ആണ് ഏത്? ഈ പ്ലാനിങ്, ഓർഗനൈസിങ്, കമാൻഡിങ്, കോർഡിനേറ്റിംഗ് ആൻഡ് കൺട്രോളിങ്. ക്ലിയർ? ഇതാണ് മാനേജ്മെന്റ് വരുന്ന ഫങ്ഷൻസ്. ഇങ്ങനെയാണ് ഹെൻറി ഫയോള് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് തിരിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. ഈ ആർ എന്ന് പറയുന്ന സംഖ്യ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട്. എത്ര മാനേജ്മെന്റ് ഫങ്ഷൻസ് ആണ് ഹെൻറി ഫയോ ഡെവലപ്പ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്, അവ ഏതൊക്കെയാണ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ആറ് മാനേജ്മെന്റ് ഫങ്ഷൻസ് ഡെവലപ്പ് ചെയ്യുന്നു. അതിൽ മാനേജ്മെന്റ് ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാനിങ്ങും, ഓർഗനൈസിങ്ങും, കമാൻഡിങ്ങും, കോർഡിനേറ്റിങ്ങും, കൺട്രോളിങ്ങും. ഓക്കെ, ഇനി എ ഹയറാർക്കി ഓഫ് അതോറിറ്റി ഫ്രം ടോപ്പ് ടു ബോട്ടം. ഇവിടെ ഹെൻറി ഫയോ നമ്മൾ നേരത്തെ പറഞ്ഞു, ഹെൻറി ഫയോ എവിടെയുള്ള മാനേജറാണ്? ക്ലാസിക്കൽ കേട്ടോ, ക്ലാസിക്കൽ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് തോട്ടിൽ പറഞ്ഞാണ്, അല്ലെങ്കിൽ ക്ലാസിക്കൽ മാനേജ്മെന്റ് എക്സ്പേർട്ട് ആണ് ആര്? ഹെൻറി ഫയോ. ഇവിടെ തന്നെ ക്ലാസിക്കൽ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ അതോറിറ്റിക്ക് വളരെ ഇമ്പോർട്ടന്റ് ഉണ്ട്. ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ എന്താണ്? ഹയറാർക്കിയാണ്. ഓക്കെ, അതായത് ടോപ്പ് ടു ബോട്ടം അല്ലെ. നമുക്കറിയാം ഹയർ ലെവൽ പൊസിഷൻ തൊട്ട് ലോവർ ലെവൽ പൊസിഷൻ വരെയുള്ള ഈ ഹയറാർക്കിയെ ബേസ് ചെയ്തിട്ടാണ് ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ഹയറാർക്കിയാണ് കേട്ടോ. അപ്പൊ അതോറിറ്റി എങ്ങനെയാണ് വരുന്നത്? അതോറിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? റൈറ്റ് ടു ഗീവ് ഓർഡേഴ്സ് ആണ് അതോറിറ്റി എന്ന് പറയുന്നത് അല്ലെ. ആ റൈറ്റ് എങ്ങനെയാണ് വരുന്നത്? അതോറിറ്റി എങ്ങനെയാണ് വരുന്നത്? ടോപ്പ് ടു ബോട്ടം ആണ് വരുന്നത് കേട്ടോ. പിന്നെ ഡിസിപ്ലിൻ, ഹൈ ലെവൽ ഓഫ് ഡിസിപ്ലിൻ ഓർഗനൈസേഷൻ ഉണ്ടാവണമെന്നും ഹെൻറി ഫയോള് പറയുന്നുണ്ട്. ക്ലിയർ? അപ്പൊ നമ്മള് ഈ 14 പ്രിൻസിപ്പിൾ നമുക്ക് എല്ലാം പ്രിൻസിപ്പിളൊന്നും മനസ്സിലാക്കണമെന്നൊന്നുമില്ല. പ്രധാനമായിട്ട് നമുക്ക് യൂണിറ്റ് ഓഫ് കമാൻഡ്, യൂണിറ്റ് ഓഫ് ഡയറക്ഷൻ അങ്ങനെയുള്ള പ്രിൻസിപ്പിളുകൾ നോക്കിയാൽ മാത്രം മതി. ഹെൻറി ഫയോയുടെ 14 പ്രിൻസിപ്പിളിൽ നിന്നും അങ്ങനെ ഡീറ്റെയിലിംഗ് ആയിട്ടൊന്നും പരീക്ഷയ്ക്ക് വരാറില്ല. കുറച്ച് പ്രിൻസിപ്പിൾ ഉണ്ട്, നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ എടുക്കും. അപ്പൊ അത് നിങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രം മതി കേട്ടോ. പക്ഷെ ഇങ്ങനെ ഈ ഫണ്ടമെന്റൽ ലെവലിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ഉറപ്പായി ചോദിക്കും. ഓക്കെ, അപ്പൊ അതില് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ ഉണ്ട്, യൂണിറ്റി ഓഫ് കമാൻഡും ഉണ്ട്. രണ്ട് പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് പോകാം. അവിടെ യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ കുട്ടികൾക്ക് മാറിപ്പോകുന്നതാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷനും യൂണിറ്റി ഓഫ് കമാൻഡും. യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്ന് പറയുന്നത് വൺ യൂണിറ്റ് വൺ പ്ലാൻ കേട്ടോ. ഓക്കെ, ഒരു ടീമിന് ഒരൊറ്റ പ്ലാൻ ഉണ്ടാകാൻ പാടുള്ളൂ. ക്ലിയർ? ഇതാണ് യൂണിറ്റ് ഓഫ് ഡയറക്ഷൻ. യൂണിറ്റ് ഓഫ് കമാൻഡ് എന്ന് പറയുന്നതാണ് റിസീവ് ഓർഡേഴ്സ് എന്താണ്? ഫ്രം വൺ സുപ്പീരിയർ ഓൺലി. റിസീവ് ഓർഡേഴ്സ് ഫ്രം വൺ സുപ്പീരിയർ ഓൺലി. റിസീവ് ഓർഡേഴ്സ് ഫ്രം വൺ സുപ്പീരിയർ ഓൺലി. ഇതാണ് യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നത്. യൂണിറ്റി ഓഫ് ഡയറക്ഷൻ വൺ യൂണിറ്റ് വൺ പ്ലാൻ. ഇത്ര നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, യൂണിറ്റ് ഓഫ് കമാൻഡ് എന്ന് പറയുമ്പോഴും റിസീവ് ഓർഡേഴ്സ് ഫ്രം എന്താണ്? വൺ സുപ്പീരിയർ ഓൺലി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഹെൻറി ഫയോളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പോകേണ്ടത്. ഫാദർ ഓഫ് ഓപ്പറേഷൻ മാനേജ്മെന്റ്, ഫാദർ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ്. ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ് ആരാണ്? അത് പീറ്റർ ഓഫ് ഡക്കർ ആണ്. ഫാദർ ഓഫ് മോഡേൺ ഓപ്പറേഷണൽ മാനേജ്മെന്റ് എന്ന് എടുത്ത് ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഫാദർ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടെയാണ് ഹെൻറി ഫയോ വരുന്നത്. ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ് എന്ന് മാത്രം ചോദിക്കുകയാണെങ്കിൽ അത് പീറ്റർ ഓഫ് ഡക്കർ ആണ്. ഓക്കെ, ഫാദർ ഓഫ് ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എൽട്ടോ ആണ്. ഓക്കെ, 14 പ്രിൻസിപ്പിൾ ഡെവലപ്പ് ചെയ്ത് ഹെൻറി ഫയോ ആണ്. പ്ലാനിങ്, ഓർഗനൈസിങ്, കമാൻഡിങ്, കോർഡിനേറ്റിംഗ് ആൻഡ് കൺട്രോളിങ് പ്രധാനപ്പെട്ട മാനേജ്മെന്റ് ഫംഗ്ഷൻ ആണ്.
ഹയറാർക്കി ബേസ് ചെയ്തിട്ടാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉള്ളത്. ഹൈ ലെവൽ ഓഫ് ഡിസിപ്ലിൻ എൻഷുർ ചെയ്യുന്നുണ്ട്. 6 പ്രധാനപ്പെട്ട ഫംഗ്ഷൻ പറയുന്നുണ്ട്: ടെക്നിക്കല്, കൊമേഴ്ഷ്യല്, ഫിനാൻഷ്യല്, സെക്യൂരിറ്റി, അക്കൗണ്ടിങ്, ദെൻ ലാസ്റ്റ് വൺ മാനേജ്മെന്റ്. അതോടൊപ്പം തന്നെ എന്താണ് ഇവിടെ 2 പ്രധാനപ്പെട്ട പ്രിൻസിപ്പിളുകൾ നമുക്ക് പരിചയപ്പെടണം: യൂണിറ്റ് ഓഫ് ഡയറക്ഷനും യൂണിറ്റ് ഓഫ് കമാൻഡും. യൂണിറ്റ് ഓഫ് ഡയറക്ഷൻ എന്ന് പറയുന്നത് 1 യൂണിറ്റ് ആൻഡ് 1 പ്ലാൻ, അതിനെയാണ് യൂണിറ്റ് ഓഫ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. യൂണിറ്റ് ഓഫ് കമാൻഡ് എന്ന് പറയുന്നത് എന്താണ്? റിസീവ് ഓർഡേഴ്സ് ഫ്രം വൺ സുപ്പീരിയർ ഓൺലി. യെസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മളോട് ഹെൻറി ഫയോളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. പിന്നെ 14 പ്രിൻസിപ്പിൾ ഉണ്ട്, നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ എടുക്കും. ആ പ്രിൻസിപ്പിൾ വരുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ ടെക്നിക്കലി എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്നുള്ളത്, ക്വസ്റ്റ്യൻ എങ്ങനെ മനസ്സിലാക്കേണ്ടതെന്നുള്ളത് നമ്മളവിടെ കാണും. യെസ്, പീറ്റർ ഓഫ് ഡ്രക്കർ. ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ് എന്നറിയപ്പെടുന്ന ആരാണ്? ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ് എന്നറിയപ്പെടുന്നത് അത് പീറ്റർ ഓഫ് ഡക്കർ ആണ്. MBO, മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തേക്കുന്നത് അത് പീറ്റർ ഓഫ് ഡക്കർ ആണ് കേട്ടോ. ദ പ്രാക്ടീസ് ഓഫ് മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേരാണ് ദ പ്രാക്ടീസ് ഓഫ് മാനേജ്മെന്റ്. ഇനി എംപ്ലോയി ആൻഡ് മാനേജേഴ്സ് സെറ്റിംഗ് ഗോൾ ടുഗദർ. ഇതാണ് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവിന്റെ പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത്. മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ മാനേജ്മെന്റ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഓർഗനൈസേഷൻ ഒരു ടീം ഫോർമുലേറ്റ് ചെയ്യുകയും ഒരു ടെമ്പററി അല്ലെങ്കിൽ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയാണ് ആക്ച്വലി ആ ടീം ഫോർമുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ സാധാരണ രീതിയിലുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചർ പോലെയല്ല. അവിടെ ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവുകൾ ഗോൾ ഫിക്സ് ചെയ്യുന്നു, അത് താഴെയുള്ളവർ എന്ത് ചെയ്യുന്നു? റിസീവ് ചെയ്യുന്നു, അതനുസരിച്ച് പ്രവർത്തിക്കുന്നു. ഈ ഒരു മാനദണ്ഡമാണ് പോകുന്നത്. പക്ഷെ മാനേജ്മെന്റ് ഒബ്ജക്റ്റീവ് അങ്ങനെയല്ല. ഇത് പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. എംപ്ലോയീസും മാനേജേഴ്സും കൂടി ആലോചിച്ചുകൊണ്ടാണ് ഗോൾ സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ എംപ്ലോയീസും എല്ലാ മാനേജേഴ്സും അക്കൗണ്ടബിൾ ആണ്, അവർ മോട്ടിവേറ്റഡുമാണ്. ഇതാണ് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവിന്റെ പ്രധാനപ്പെട്ട എന്താണ് കൺക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത് കേട്ടോ. ദെൻ ഇന്നോവേഷൻ ആൻഡ് മാർക്കറ്റിംഗ്. പ്രധാനമായിട്ടും പീറ്റർ ഓഫ് ഡക്കർ പറയുന്നത് 2 പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ആണ് ഒരു ഓർഗനൈസേഷൻ ഉള്ളത്: ഇന്നോവേഷനും ഉണ്ട്, മാർക്കറ്റിംഗും ഉണ്ട് കേട്ടോ. മാർക്കറ്റിംഗ് നമുക്കറിയാം, കസ്റ്റമറുടെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് മാർക്കറ്റിംഗ്. ഇന്നോവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ നീഡ് എങ്ങനെയൊക്കെ പുതിയ ഐഡിയാസിൽ, പുതിയ ചേഞ്ചസിൽ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും, ക്രിയേറ്റീവ് സ്പേസിൽ ഈ നീഡ് എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും, ഇതാണ് ഇന്നോവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ 2 ഫംഗ്ഷൻ ആണ് ഒരു ഓർഗനൈസേഷൻ ഉള്ളതെന്നുള്ളതാണ് പീറ്റർ ഓഫ് ഡക്കർ പറയുന്നത് കേട്ടോ. യെസ്, ഇനി അത് കൂടാണ്ട് 3 പ്രധാനപ്പെട്ട ഒരു മാനേജറിയൽ ഫംഗ്ഷൻ കൂടെ പീറ്റർ ഓഫ് ഡക്കർ പറയുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. അത് മാനേജ്മെന്റ് ഓഫ് ബിസിനസ് ഉണ്ട്, മാനേജ്മെന്റ് ഓഫ് മാനേജേഴ്സ് ഉണ്ട്, മാനേജ്മെന്റ് ഓഫ് വർക്കേഴ്സ് ഉണ്ട് കേട്ടോ. യെസ്, 3 ബ്രോഡർ മാനേജറിയൽ ഫംഗ്ഷൻ കൂടെ അദ്ദേഹം ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അത് ഇതൊക്കെയാണ്: മാനേജ്മെന്റ് ഓഫ് ബിസിനസ് അല്ലെങ്കിൽ മാനേജിങ് ഓഫ് ബിസിനസ്, മാനേജിങ് ഓഫ് മാനേജേഴ്സ്, മാനേജിങ് ഓഫ് വർക്കേഴ്സ്. അങ്ങനെ 3 മാനേജറിയൽ ഫംഗ്ഷൻ കൂടെ പീറ്റർ ഓഫ് ഡക്കർ പറയുന്നുണ്ട്: മാനേജിങ് ഓഫ് ബിസിനസ്, മാനേജിങ് ഓഫ് മാനേജേഴ്സ്, മാനേജിങ് ഓഫ് വർക്കേഴ്സ്. അടുത്ത ഓപ്ഷൻ ഉള്ള ആളാണ് CK പ്രഹ്ലാദ്. ഒരു ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള മാനേജ്മെന്റ് എക്സ്പെർട്ട് ആണ് CK പ്രഹ്ലാദ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഏതാണ്? അത് കോർ കോമ്പറ്റൻസ് ആണ് കേട്ടോ. കോർ കോമ്പറ്റൻസ് ആണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. കോർ കോമ്പറ്റൻസ് എന്താണ്? കോർ കോമ്പറ്റൻസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഒരു ഓർഗനൈസേഷന്റെ കോർ ആയിട്ടുള്ള കോമ്പറ്റൻസി ഏതാണോ അത് ഫോക്കസ് ചെയ്യുക. ഉദാഹരണം പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ മാനുഫാക്ചറിംഗ് ടെക്നിക്കൽ നോളജ് ആണ് കൂടുതലുള്ളത്, മാനുഫാക്ചറിംഗ് നോളജ് ആണുള്ളത്, എഞ്ചിനീയറിംഗ് നോളജ് ആണ് കൂടുതലുള്ളത്, എങ്കിൽ അവർ മാനുഫാക്ചറിംഗ് സൈഡ് കോൺസെൻട്രേറ്റ് ചെയ്യുക. അവർക്ക് നോൺ കോർ ആയിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് എക്സ്പെർട്ടൈസ് ഇല്ലാത്ത ഫീൽഡുകൾ അവർ ഔട്ട്സോഴ്സ് ചെയ്യുക. ഇതാണ് കോർ കോമ്പറ്റൻസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ബുക്കാണ് ഏത്? ദ ഫോർച്യൂൺ അറ്റ് ദി ബോട്ടം ഓഫ് ദി പിരമിഡ് എന്ന് പറയുന്നത്. ദ ഫോർച്യൂൺ അറ്റ് ദി ബോട്ടം ഓഫ് ദി പിരമിഡ് എന്ന് പറയുന്നത്. ഇതിൽ അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് എമംഗ് ദ വേൾഡ് പൂറസ്റ്റ് പോപ്പുലേഷൻ എന്നാണ് പറയുന്നത്. ബിസിനസ് ഓപ്പർച്യൂണിറ്റികൾ നമ്മൾ എവിടെ ഐഡന്റിഫൈ ചെയ്യാം? ഡെവലപ്പിംഗ് നേഷനിലാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് അദ്ദേഹം പറയുന്നത് കേട്ടോ. ഡെവലപ്പിംഗ് നേഷനിലാണ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നോളജ് ആണ്. ഡെവലപ്പിംഗ്
നേഷനിലാണ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉള്ളത്. അങ്ങനെ ഓപ്പർച്യൂണിറ്റി കണ്ടെത്തുമ്പോൾ ഒരു സോഷ്യൽ ഇമ്പാക്റ്റും കൂടെ അവിടെ ഉണ്ടാകുന്നുണ്ടെന്ന് കൂടെ അദ്ദേഹം പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലാണ് CK പ്രഹ്ലാദിന്റെ. അദ്ദേഹം പറയുന്നു രണ്ട് കോൺസെപ്റ്റ് ഇതാണ്, ഒന്ന് കോർ കോമ്പറ്റൻസി, രണ്ട് ബിസിനസ് ഓപ്പർച്യൂണിറ്റി നമ്മൾ ഡെവലപ്പിംഗ് നേഷനിലാണ് കാണുന്നത്. നമ്മൾ ചരിത്രപരമായിട്ട് കാണുമ്പോൾ അങ്ങനെയാണ് അല്ലെ. ഡെവലപ്ഡ് നേഷൻസിന്റെ മാർക്കറ്റ് എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് നേഷനാണ് അല്ലെ. അപ്പൊ അങ്ങനെയാണ് അതിന്റെ ഒരു വ്യാഖ്യാനം എന്ന് പറയുന്നത്. അതോടെ അതിന്റെ ഒരു തിയറട്ടിക്കൽ ആയിട്ടുള്ള ആസ്പെക്ട് ആണ് CK പ്രഹ്ലാദൻ പറഞ്ഞു വെക്കുന്നത്. ബിസിനസ് ഓപ്പർച്യൂണിറ്റി നമ്മൾ കണ്ടെത്തേണ്ടത് ഡെവലപ്പിംഗ് നേഷനിലാണ് കേട്ടോ, ഡെവലപ്പിംഗ് നേഷനാണ്. ഇതാണ് ഫോർച്യൂൺ അറ്റ് ദ ബോട്ടം ഓഫ് ദ പിരമിഡ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ബുക്കിലും അദ്ദേഹം പരാമർശിച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾ ഇത് അല്ലാണ്ട് കുറച്ച് ഹയർ ലെവൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഈ CK പ്രഹ്ലാദുമായിട്ട് അസോസിയേറ്റ് ചെയ്ത മാനേജ്മെന്റ് എക്സ്പേർട്ട് ഏതായിരുന്നു? അത് ഗാരി ഹമിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാനേജ്മെന്റ് എക്സ്പേർട്ട് ഉണ്ട്, ഗാരി ഹമിൽ കേട്ടോ, GARY, ഗാരി ഹാമൽ. ഓക്കെ, CK പ്രഹ്ലാദിനോടൊപ്പം അസോസിയേറ്റ് ചെയ്തിട്ടുള്ള മാനേജ്മെന്റ് എക്സ്പെർട്ട് ആണ് ഗാരി ഹാമൽ. ഗാരി ഹാമലിന്റെയും CK പ്രഹ്ലാദും കൂടെ കൂടിച്ചേർന്നുകൊണ്ട് പ്രധാനപ്പെട്ട ഒരു മാനേജ്മെന്റ് കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുണ്ട്. അതാണ് സ്ട്രാറ്റജിക് ഇന്റന്റ് എന്ന് പറയും കേട്ടോ, സ്ട്രാറ്റജിക് ഇന്റന്റ്. ഓക്കെ, സ്ട്രാറ്റജിക് ഇന്റന്റ് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ, ഒരു ലോങ് ടൈം അച്ചീവ്മെന്റ് വേണ്ടി ഒരു ഓർഗനൈസേഷൻ ഫ്രെയിം ചെയ്യുന്ന പോളിസികൾ, ഗോൾസുകൾ, ഇതിനെയൊക്കെയാണ് നമ്മൾ സ്ട്രാറ്റജിക് ഇന്റന്റ് എന്ന് പറയുന്നത് കേട്ടോ. ലോങ് ടൈം അച്ചീവ്മെന്റ് വേണ്ടി ഓർഗനൈസേഷൻ നടത്തുന്ന പോളിസികൾ, ഗോളുകൾ, ഇതൊക്കെയാണ് സ്ട്രാറ്റജിക് ഇന്റന്റ് എന്ന് പറയുന്നത്. സ്ട്രാറ്റജിക് ഇന്റന്റ് കേട്ടോ, ഇങ്ങനെയൊക്കെ നമുക്ക് ഓർഗനൈസേഷന്റെ ഒരു ലോങ് ടൈം പെർഫോമൻസ് അറ്റൈൻ ചെയ്യാം. ഇതിനെയൊക്കെയാണ് സ്ട്രാറ്റജിക് ഇന്റന്റ് എന്ന് പറയുന്നത്, സ്ട്രാറ്റജിക് ഇന്റന്റ്. അപ്പൊ നമ്മൾ CK പ്രഹ്ലാദുമായിട്ട് ബന്ധപ്പെട്ട് കോർ കോമ്പറ്റൻസ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം നമ്മൾ മനസ്സിലാക്കണം. എന്താണ് കോർ കോമ്പറ്റൻസ് മനസ്സിലാക്കണം. കോൺസെൻട്രേറ്റ് ഇൻ ദ കോർ ഏരിയ, ദെൻ ഔട്ട്സോഴ്സ് ഇൻ ദി നോൺ കോമ്പറ്റൻസി ഏരിയ, അതാണ് പറയുന്നത്. ദെൻ ദ ഫോർച്യൂൺ അറ്റ് ദ ബോട്ടം ഓഫ് ദ പിരമിഡ് പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ ബുക്കാണ്. ദെൻ ബിസിനസ് ഓപ്പർച്യൂണിറ്റി എവിടെയാണുള്ളത്? ദ ഡെവലപ്പിംഗ് നേഷനിലാണ് ഉള്ളത്. ഗാരി ഹാമൽ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു പേരാണ് CK പ്രഹ്ലാദുമായിട്ട് സ്ട്രാറ്റജിക് ഇന്റന്റ്. അത് ഗാരി ഹമലും CK പ്രഹ്ലാദും കൂടെ അസോസിയേറ്റ് ചെയ്ത് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ഒരു മാനേജ്മെന്റ് കൺസെപ്റ്റ് ആണ് സ്ട്രാറ്റജിക് ഇന്റന്റ്. എന്ന് വെച്ചാൽ ലോങ് ടൈം പെർഫോമൻസ് എങ്ങനെ നമ്മൾ അറ്റൈൻ ചെയ്യാം, അത് നമ്മൾ ഏതൊക്കെ സ്ട്രാറ്റജിക് മേഖലയിലൂടെയാണ് നമ്മൾ അറ്റൈൻ ചെയ്യുന്നത്, അതിന്റെ എല്ലാ പോയിന്റുകളും കടന്നു വരുന്നതാണ് സ്ട്രാറ്റജിക് ഇന്റന്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ ഷോർട്ട് ടൈം അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടുള്ള ഒരു അറ്റൈൻമെന്റ് അല്ല, ലോങ് ടൈം പെർഫോമൻസിനാണ് ഫോക്കസ് ചെയ്യുന്നത്. അതിനാണ് സ്ട്രാറ്റജിക് ഇന്റന്റ് എന്ന് പറയുന്നത്. ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. തുടർന്നുള്ള ക്ലാസ്സുകളിൽ മാനേജ്മെന്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.